മതന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രതികാര നടപടി തുടർന്ന് ബംഗ്ലാദേശ് ഭരണകൂടം ഇസ്കോണിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു. ബംഗ്ലാദേശിൽ നടക്കുന്നത് നഗ്നമായ മനുഷ്യാവകാശ ലംഘനമെന്ന് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായൺ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ഗൗതം, നമുക്കറിയാം ഇസ്കോണിൻ്റെ പ്രവർത്തനങ്ങൾ അത് നിരോധിക്കാനുള്ള ശ്രമത്തെ ബംഗ്ലാദേശിലെ കോടതി അത് നിരാകരിച്ചിരുന്നു. പക്ഷേ അവിടുത്തെ ഭരണകൂടം ഇസ്കോണിനെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അതിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ പോലും മരവിപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് അവർ കടക്കുന്നു. അവിടെ ഇസ്കോണിൻ്റെ സന്യാസിയെ അറസ്റ്റ് ചെയ്യുന്നു. അവരുടെ ക്ഷേത്രങ്ങൾക്ക് നേരെ, പ്രത്യേകിച്ചും ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളെ എല്ലാം കൂച്ചുവിലങ്ങിടാൻ ഉള്ളൊരു ശ്രമമാണ് ബംഗ്ലാദേശ് സർക്കാർ ഇപ്പോൾ തുടരുന്നത്. ഗൗതം, വിനോദ്, ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇസ്കോണിൻ്റെ വളരെ പ്രധാനപ്പെട്ട സന്യാസിയായിട്ടുള്ള ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിനെ അറസ്റ്റ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം ബംഗ്ലാദേശിലും അതോടൊപ്പം തന്നെ ഭാരതത്തിലും തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ 17 ഇസ്കോണുമായി ബന്ധപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകൾ ബംഗ്ലാദേശ് ഭരണകൂടം ഫ്രീസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇസ്കോണിനെ പൂർണ്ണമായി തന്നെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി ബംഗ്ലാദേശിൻ്റെ മണ്ണിൽ നിന്നും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇസ്ലാമിക ഭരണകൂടം നടത്തുന്ന നീക്കങ്ങളായി തന്നെയാണ് പൊതുവെ ഇതിനെ നിരീക്ഷിക്കുന്നത്. നമുക്കറിയാം ഇസ്കോണിൻ്റെ ചരിത്രവും അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തന ശൈലിയും ഏത് ദിശയിലാണ് എന്നത് സംബന്ധിച്ച് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പൊതുവെ സമാധാനപരമായി ശ്രീകൃഷ്ണ ഭക്തരായി സേവന രംഗത്ത് വലിയ മാതൃകയായി ലോകത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ് ഇസ്കോൺ എന്നത്. ലോകത്തെല്ലാ രാജ്യത്തും വലിയ സ്വീകാര്യത, അത് ഭാരതത്തിൽ മാത്രമല്ല, ഹിന്ദു ഭൂരിപക്ഷമല്ലാത്ത മറ്റ് ക്രൈസ്തവ രാഷ്ട്രങ്ങളിൽ ഉൾപ്പെടെ വലിയ സ്വീകാര്യതയുള്ളൊരു സംഘടനയാണ്. അപ്പോൾ ആ സംഘടനയ്ക്കെതിരെയാണ് ഇപ്പോൾ വലിയ നീക്കങ്ങൾ ബംഗ്ലാദേശിലെ ഇസ്ലാമിക ഭരണകൂടം നടത്തുന്നത്. ഇപ്പോൾ ഇസ്കോണിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നീക്കത്തെ രൂക്ഷമായി വിമർശിച്ച് ബംഗ്ലാദേശിൻ്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രംഗത്തെത്തി. ഷെയ്ഖ് ഹസീന ചൂണ്ടിക്കാണിക്കുന്നത് മൗലിക അവകാശങ്ങളുടെയും നിരപേക്ഷതയുടെയും ഒക്കെ നഗ്നമായ ലംഘനമാണ് മുഹമ്മദ് യൂനിസ് സർക്കാരിൻ്റെ കാലത്ത് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ട് നിൽക്കുന്നത്. അതിനാൽ സർക്കാർ നയങ്ങൾ തിരുത്താൻ തയ്യാറാകണം എന്ന വിമർശനവും എന്ന ഓർമ്മപ്പെടുത്തലുമാണ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അടുത്ത കാലത്ത് നമുക്കറിയാവുന്നതാണ്, അതായത് ജമാഅത്തെ ഇസ്ലാമിയാണ് അടുത്തിടെ ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ള ആഭ്യന്തര സംഘർഷങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട കാരണക്കാർ. അതായത് നിലവിൽ ബംഗ്ലാദേശ് ഒരു ഇസ്ലാമിക രാജ്യമാണ്. അതിൻ്റെ ഭരണഘടനയിൽ തന്നെ ഇസ്ലാമിക ദേശമെന്ന് എഴുതി ചേർത്തിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് ബംഗ്ലാദേശ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ഭീകര ഇസ്ലാമിക സംഘടനകളുടെ ലക്ഷ്യം എന്നത് കേവലം ഭരണഘടനയിൽ എഴുതിയത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായതുകൊണ്ടോ അവർ തൃപ്തിപ്പെടുന്നില്ല. മറിച്ച് ഹുക്കുമത്തെ ഇലാഹി എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം, അതായത് അള്ളാഹുവിൻ്റെ ദേശം എന്ന് വിശേഷിപ്പിക്കുന്ന പൂർണ്ണമായ ഇസ്ലാമിക രാഷ്ട്രം, ശരീഅത്ത് നിയമം അനുശാസിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രം, അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഇസ്കോണിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നീക്കങ്ങൾ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും ഈ സന്യാസിയുടെ അറസ്റ്റിനെതിരെ വലിയ പ്രതിഷേധം നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ 17 ബാങ്ക് അക്കൗണ്ടുകൾ കൂടി ഫ്രീസ് ചെയ്തുകൊണ്ടുള്ളൊരു നീക്കം ബംഗ്ലാദേശ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. വിനോദ്, അതെ, അങ്ങനെ തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം ഭാരതം ഇതിൽ ശക്തമായി അപലപിച്ചിരുന്നു. വിശ്വ ഹിന്ദു പരിഷത്ത് പോലുള്ള സംഘടനകളും ഇക്കാര്യത്തിൽ ഐക്യരാഷ്ട്രസഭ അടക്കം അല്ലെങ്കിൽ ആഗോളതലത്തിൽ ഇക്കാര്യത്തിൽ ഒരു ഇടപെടലുണ്ടാവണം. നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗമാണ് ഹൈന്ദവ സമൂഹം. അപ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ കൃത്യമായി ആഗോളതലത്തിൽ അത് അടയാളപ്പെടുത്തണം, അല്ലെങ്കിൽ അവർ ഇടപെടണം എന്നുള്ള ആവശ്യം ഇപ്പോൾ ശക്തമായി ഉയരുന്നുണ്ടല്ലോ ഗൗതം. വിനോദ്, ആഗോളതലത്തിൽ തന്നെ ഇപ്പോൾ പ്രതിഷേധം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഭാരതത്തിലാണ് വലിയ പ്രതിഷേധം ഉയരുന്നത്. നമുക്കറിയാം, ലോകത്തിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ ഹിന്ദു സംസ്കൃതിക്ക് വേണ്ടി ശബ്ദം ഉയരുന്ന, ലോകത്തെവിടെയും ഹിന്ദുക്കൾക്ക് നേരെ അതിക്രമം ഉണ്ടായാൽ അതിനെ ചോദ്യം ചെയ്യുന്ന ഒരേ ഒരു രാഷ്ട്രം യഥാർത്ഥത്തിൽ ഭാരതം മാത്രമായിരിക്കും. മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ അത് വലിയ തോതിൽ ബാധിക്കുന്നില്ല എന്നതാണ് വസ്തുത.
അതിനാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ ഭൂരിപക്ഷമായ അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രം എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതം സ്വാഭാവികമായും ലോകത്തെവിടെയും ഹിന്ദുക്കൾക്ക് നേരെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ ഇടപെടുകയും അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏത് കോണിലും ഹിന്ദുക്കൾക്ക് അവിടെ ജീവിക്കാൻ കഴിയത്തില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പോന്നോളൂ എന്ന് അഭിമാനത്തോടു കൂടി വിളിക്കുന്ന അല്ലെങ്കിൽ ഇവിടേക്ക് നമ്മൾ ക്ഷണിക്കുന്ന ലോകത്തിലെ ഏക രാഷ്ട്രം ഭാരതമാണ്. അതിനാൽ സ്വാഭാവികമായും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കാതിരിക്കാൻ സാധിക്കത്തില്ല. വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നടന്നു. രാജ്യ തലസ്ഥാനത്ത് പ്രതിഷേധമുണ്ടായിരുന്നു, കൊൽക്കത്തയിലുണ്ടായിരുന്നു. വിശ്വ ഹിന്ദു പരിഷത്ത് പോലുള്ള ഹൈന്ദവ സംഘടനകൾ തെരുവിൽ പ്രതിഷേധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്കോണിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധങ്ങൾ, മറ്റ് സന്യാസിമാരുടെ പ്രതിഷേധ സ്വരം ഉയരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും ബംഗ്ലാദേശിന് ശക്തമായ താക്കീത് പല ഘട്ടത്തിൽ നൽകുന്നുണ്ട്. നേരത്തെ ആഭ്യന്തര സംഘർഷത്തിൽ ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്ന സമയത്തും ബംഗ്ലാദേശ് ഭരണകൂടത്തിനും അവിടുത്തെ ഇസ്ലാമിക തീവ്രവാദികൾക്കും താക്കീത് നൽകിയത് ഭാരതം തന്നെയാണ്. അതിനാൽ ഭാരതത്തിൽ ഇപ്പോഴത്തെ ഒരു സർക്കാർ, പ്രത്യേകിച്ച് ഹിന്ദുത്വ ദേശീയതയെ ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ ഹിന്ദുത്വ ദേശീയതയിൽ അഭിമാനം കൊള്ളുന്ന ഒരു സർക്കാർ ഇവിടെയുണ്ട് എന്ന ആ ഒരു അഭിമാന ബോധമാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെയും ഇപ്പോൾ പ്രതിഷേധിക്കാൻ അവർക്ക് കരുത്ത് പകരുന്നത് എന്നത് ഒരു വസ്തുതയാണ്. കാരണം മുൻപൊരിക്കലും ഇല്ലാത്ത ഒരു ഹൈന്ദവ കൂട്ടായ്മ ഇന്ന് ബംഗ്ലാദേശിൻ്റെ മണ്ണിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിറ്റഗോങ്ങിൽ നിന്നും ധാക്കയിൽ നിന്നുമൊക്കെ വന്ന ദൃശ്യങ്ങൾ കണ്ടതാണ്. അതായത് വലിയ ഹൈന്ദവ പ്രതിഷേധം ബംഗ്ലാദേശിൻ്റെ തലസ്ഥാന നഗരികളിൽ പോലും നടക്കുന്നു. മുൻപും ഹിന്ദുക്കൾക്ക് നേരെ അവിടെ വലിയ പീഡനങ്ങൾ നടന്നിട്ടുള്ള രാജ്യമാണ് ബംഗ്ലാദേശ്. അവിടുത്തെ ഹിന്ദു ജനസംഖ്യ ഗണ്യമായി കുറഞ്ഞത് ഈ പീഡനം മൂലമാണ്. പക്ഷേ അന്നൊന്നും ഇല്ലാത്ത പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഹിന്ദുത്വ ദേശീയതയെ ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ ലോകത്തെവിടെയും ഹിന്ദു സമൂഹത്തിന് നേരെ ഒരു അതിക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യുന്നൊരു സർക്കാർ ഭാരതത്തിലുണ്ട് എന്ന വലിയ അഭിമാന ബോധം ലോകമെമ്പാടുമുള്ള ഹൈന്ദവ സമൂഹത്തിൻ്റെ മനസ്സിലുണ്ട്. അതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ ഹൈന്ദവ ശബ്ദം ഉയരുന്നു എന്നത് കൃത്യമായി അത് അടയാളപ്പെടുത്തുന്ന സംഭവമാണ്. വിനോദ്, അതെ, അങ്ങനെ തന്നെയാണ്. ആഗോളതലത്തിൽ തന്നെ ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷ ധ്വംസനം അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിന് നേരെ നടക്കുന്ന അക്രമങ്ങൾ ലോകരാജ്യങ്ങൾ തന്നെ ശ്രദ്ധിക്കുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അവിടെ തുടരുകയാണ്. ഭാരതം പോലുള്ള രാജ്യങ്ങളിൽ ഇത്തരത്തിൽ പ്രതിഷേധം ശക്തമാകുന്നത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും പ്രതികരിക്കാനുള്ള അവരുടെ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഗൗതം റിപ്പോർട്ട് ചെയ്യുന്നത്.